വക്കീലേ, ഓ പാലക്കാട് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി സഖാവ് NN കൃഷ്ണദാസിനെ പോലീസുകാരെ മർദ്ദിച്ച വരും അറിഞ്ഞിരുന്ന വക്കീലേ? അറിഞ്ഞു. അങ്ങനെയൊക്കെ ഒരാളെ പോലീസുകാർക്ക് മർദ്ദിക്കാൻ പറ്റുമോ വക്കീലേ? പാർട്ടിയിലെ ഉയർന്ന നേതാക്കന്മാരുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിലേ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും വക്കീലേ? അതായത് ദാസ, ആർട്ടിക്കിൾ 14 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന പ്രകാരം ആർട്ടിക്കിൾ 14 ഒരു കാര്യം പറയുന്നുണ്ട്: ഇക്വാലിറ്റി ബിഫോർ ലോ. എല്ലാ ആൾക്കാരും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി സഖാവായാലും പാർട്ടി നേതാവായാലും ഈ ഒരു കോമൺ മാൻ ആണെങ്കിലും എല്ലാ ആൾക്കാർക്കും ഒരേ നിയമം തന്നെയാണ്. അത് ഉദ്യോഗസ്ഥർക്കും ബാധകമാണ്. അതുപോലെ ഒരു കാര്യം മനസ്സിലാക്കണം: പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യുക എന്നൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒരു കുറ്റം ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനപ്പുറത്ത് ആ അറസ്റ്റ് ചെയ്ത ആളെ കോടതിയിൽ ഹാജരാക്കി കോടതിയാണ് പണിഷ്മെന്റ് എന്താണെന്ന് പറയേണ്ടത്. ആ പണിഷ്മെന്റ് പറയുമ്പോൾ ആ ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു ജോലിയാണ് പോലീസുകാർക്കുള്ളത്. അല്ലാതെ വേറെ ഒരു തരത്തിലും പോലീസുകാർക്ക് മർദ്ദിക്കാനുള്ള അധികാരമില്ല. പിന്നെ BNS സെക്ഷൻ 43 പ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട്: അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്യുന്ന ആൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓട്ടമോ അല്ലെങ്കിൽ ഓടിപ്പോകാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റിന് വിസമ്മതിക്കുകയോ ചെയ്താൽ ആ സമയത്ത് ഒരു ഫോഴ്സ് ഉപയോഗിച്ച് അയാൾ അറസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ മാത്രമേ പോലീസുകാർക്ക് പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഇനി ഒരു അൺലോഫുൾ അസംബ്ലി ഉണ്ടായ ഒരു കൂട്ടം ആൾക്കാർ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു സംഭവത്തിൽ കൂടിച്ചേർന്നാൽ ആ സമയത്ത് ലാത്തി ചാർജ് പോലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് ചെയ്യാം. പക്ഷെ അതും ചുമ്മാ ചെയ്യാൻ പറ്റില്ല. അതിന് ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയോ അല്ലെങ്കിൽ SIയുടെ മുകളിലുള്ള ഏതെങ്കിലും റാങ്കുള്ള പോലീസുകാരോ ഓർഡർ കൊടുക്കണം. അവരുടെ ഓർഡറിന്മേൽ പോലീസുകാർക്ക് ലാത്തി ചാർജ് നടത്താം. അല്ലാതെ ലാത്തി ചാർജ് പോലും അങ്ങനെയുള്ള ഒരു കാര്യം ഒരു തരത്തിലും പോലീസുകാർക്ക് അടിക്കാൻ പോലും പറ്റില്ല. അതുമാത്രമല്ല, ഇനി പോലീസുകാർ അടിച്ചാൽ അതിന് പാർട്ടി പ്രവർത്തകനായാലും ശരി കോമൺ മാൻ ആയാലും ശരി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് SP-ക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. അതുമല്ല ഇനി അതിനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെയും കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലീസുകാർക്കെതിരെ ഒരു ഇതും എടുത്തില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം. അങ്ങനെ ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ഒരു CMB ആയിട്ട് ഫയൽ ചെയ്താൽ അപ്പോഴും ആ പോലീസുകാർക്കെതിരെ ഒരു നിയമ നടപടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഒന്ന് മനസ്സിലാക്കുക: നിയമം അറിയുക, സുരക്ഷിതരായിരിക്കുക. ഓക്കെ.